നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സേവിയറും ആദർശും കൂടെ സംസാരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, എന്റെ നമ്പർ ഹാക്ക് ചെയ്തിട്ടും അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ സേവിയർ ആണ് പറഞ്ഞത്, ആദർശ് സാറിന്റെ നമ്പരും മിക്കവാറും ഏൻ ജ്വല്ലറിക്കാർ ഹാക്ക് ചെയ്യുന്നുണ്ടായിരിക്കുന്നു. പിന്നീട് ആദർശ് പറഞ്ഞു, അതെ, എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കമ്പനിയിലെ ഒന്ന് രണ്ട് സ്റ്റാഫിന്റെ നമ്പർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നീട് സേവിയറോട് പറഞ്ഞു, സേവിയർ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കണം, എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സേവിയർ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല സാറേ എന്ന് പറഞ്ഞു. കിരൺ സാറും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലാ. ഈ അടുത്ത കാലത്താ എന്റെ വീടിന്റെ പണികൾ പൂർത്തിയാക്കിയത്. പക്ഷെ സാർ അതിന്റെ പ്രോഫിറ്റ് പോലും വാങ്ങിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ജ്വല്ലറി വന്നു കഴിയുമ്പോൾ പണിക്കൂലിയൊക്കെ കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, പണിക്കൂലി എന്നല്ല, പകുതി പൈസ തന്നാൽ മതി. പിന്നെ അത് മാത്രമല്ല സേവിയറെ, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേനും എന്താണ് നല്ലൊരു ഗിഫ്റ്റ് ഞാൻ സേവറിനായിട്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേവർ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ, സാറ് ധൈര്യമായിട്ടിരിക്കുക, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തുതരാം എന്ന് ആദർശിന് ഉറപ്പ് കൊടുക്കണം. ആദർശിന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് ചന്തമോൾ ഇങ്ങനെ വന്ന് സെറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വന്നു. ദേവേനെ വന്നിട്ട് എന്ത് പറ്റി എന്റെ മോൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചന്തമോളെ വാരിയെടുത്ത് ഉമ്മ വെക്കണം. മനസ്സിലായി, നായനാമ്മ വിളിച്ചില്ലല്ലേ? നായനാമ്മ വിളിച്ച് പതിവ് ഉമ്മയൊന്നും തന്നില്ലല്ലേ? അതിന്റെ വിഷമല്ലേ? സാരമില്ല, ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ദേവേനെയും നയനയും വിളിച്ചു. നയനയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഒരുങ്ങുമായിരുന്നു. അതെ, ഇവിടെ ഒരാൾക്ക് പതിവ് പോലെ ഉമ്മ കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാന്ന് പറഞ്ഞു. അതാണോ? അമ്മ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചന്തമോൾക്ക് ഫോൺ കൊടുത്തു. അപ്പോഴേക്കും നയന പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അമ്മ ഇപ്പൊ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ആ സമയത്താണ് ഇതേ മുത്തശ്ശി വിളിച്ച് സംസാരിച്ചേ, അതുകൊണ്ട് അമ്മ വിളിക്കാൻ താമസിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്തമോള് ചോദിച്ചു, അമ്മയ്ക്ക് വയറുവേദന ഉണ്ടോന്ന് ചോദിച്ചു. വയറുവേദനയൊന്നുമില്ല, അമ്മയുടെ വയറ്റിലെ കുഞ്ഞമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. മോളെ ഒന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പിന്നീട് പതിവ് പോലെ നയന ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴാണ് ചന്തമോൾക്ക് ഒരു സമാധാനമായത്. പിന്നീട് ദേവേനി ഫോൺ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അതെ, ചന്തമോൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ അമ്മേ, അവൾക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ആ വിളിക്കണ സമയമാകുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, അവൾക്ക് രാത്രിയിലൊക്കെ എന്നെ വിളിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മ അപ്പ തന്നെ വിളിച്ചോ, എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല, ആദർശ് എന്തിന്ന് ചോദിച്ചു. ആദർശായിട്ട് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യുക, ഭയങ്കര തിരക്കാമേ, മുമ്പത്തെ പോലെ ഒന്നും അല്ല. എത്രയും പെട്ടെന്ന് ഏൻ ജ്വല്ലറിക്കാരുടെ അവരിൽ ആരാണ് ശത്രു അത് കണ്ടെത്തണം, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ആരാന്ന് കണ്ടെത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടില്ല. അതുകൊണ്ട് ഇപ്പൊ പകലും രാത്രിയും എല്ലാം ഒരേപോലെ കിടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവേന പറഞ്ഞു, എന്നാ ശരി, അവൻ ഇനിയിപ്പോൾ ശല്യം ചെയ്യണ്ട, ഞാൻ നാളെ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ കോള് കട്ട് ചെയ്തു. ഇതേ സമയത്ത് കനികയും ഗോവിന്ദനും നല്ല ടെൻഷനിലാണ്. ഇതുവരെയായിട്ട് നന്ദു വന്നിട്ടില്ല. കനക ഗോവിന്ദനോട് പറഞ്ഞു, എന്താ ഗോവിന്ദേട്ടായി നന്ദൂട്ടം വരാത്തെ? എത്ര സമയമായി? ഒന്നുകിൽ വിളിച്ചു പറയണ്ടേ? വിളിച്ചിട്ടാണെ ഫോൺ ഓഫാണ് താനും. നമ്മൾ എന്ത് വിശ്വസിച്ച് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ സ്കൂട്ടി വന്ന് നിൽക്കുന്നേ. നന്ദു അങ്ങോട്ട് ഇറങ്ങി. നന്ദു അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക ചോദിച്ചു, നീ ഇത് എവിടെയായിരുന്നു നന്ദു? ഇപ്പൊ സമയം എത്രയാണെന്നറിയാവോ? 10:10 സമയം. 9 മണിയാകുമ്പോൾ നീ വരൂന്ന് പറഞ്ഞല്ലേ? വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഫോണും കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. നന്ദു പറഞ്ഞു, അത് ഞാൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കേസ് വന്നു, അത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? അത് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി, ചാർജ് തീർന്നു പറഞ്ഞു. ചാർജ് തീർന്നാണോ? എന്തറിയാം, ആർക്കറിയാം ഇത് ഇന്നത്തെ സത്യാവസ്ഥ എന്താന്ന്? ഇന്നലെ ഇതുപോലെ താമസിച്ചാ വന്നേ. 10-12 മണി കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇന്നലെ പിന്നെ പറഞ്ഞായിരുന്നു താമസിച്ചാ വരുവുള്ളെന്ന്. എന്നിട്ട് വന്നപ്പോ 1 മണിയായി. പക്ഷെ ഇന്ന് കണ്ടില്ലേ, ഇതെങ്ങോട്ടാ നന്ദു നീ പോണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അമ്മേ, എനിക്കൊരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാനൊരു SI അല്ലേന്ന് ചോദിച്ചു. ഈ സമയത്ത് കനക ഇങ്ങനെ നന്ദുവിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ദേ, നിന്റെ പിറന്നാളാ, ഇപ്പോഴും പിറന്നാൾ തീർന്നിട്ടില്ല. ഇന്നലെ നിന്റെ പിറന്നാളായിരുന്നു, ഇന്നലെ തൊട്ട് ഈ സമയം വരെ പിറന്നാളായിരുന്നു. ഇതുവരെയായിട്ട് ഞങ്ങളോടൊപ്പം ഇരുന്നു ഒരു നേരത്തെ ആഹാരം പോലും നീ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗോവിന്ദൻ ചോദിച്ചു, മോള് ആഹാരം കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചായിരുന്നു പറഞ്ഞു. കണ്ടില്ല ഗോവിന്ദട്ട, അവള് കഴിച്ചു. ഈ സമയത്ത് നന്ദുവിന്റെ മുഖത്ത് നല്ല ക്ഷീണവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഗോവിന്ദൻ പറഞ്ഞു, അല്ല, മോളുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ, എന്തോ വലിയ സങ്കടമുള്ള പോലെ. ഒന്നുമില്ലച്ചാ, ആകപ്പാടെ ജോലി ഭാരമല്ലേ അതിൻ്റെയാന്ന് പറഞ്ഞു.
എനിക്കൊന്ന് പോയി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ കനകയോട് പറഞ്ഞു, കനക നീ ഒരു കാര്യം ചെയ്യുക, മോൾക്ക് ഒരു ഗ്ലാസ് പാലും കൊണ്ട് കൊടുക്കുക, അവളത് കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു അങ്ങോട്ട് പോകാൻ തിരിഞ്ഞപ്പോഴത്തേനും കനക വിളിച്ചു, നന്ദു സത്യം പറ, ആ അനിയോടൊപ്പം പോയിരുന്നാണോ നീ ഫുഡ് കഴിച്ചതെന്ന് ചോദിച്ചു. അനിയോടൊപ്പം അല്ല, പറയാതിരിക്കാൻ പറ്റില്ല, ചിലപ്പോ അതായിരിക്കും. അവനോടൊപ്പം ചുറ്റാൻ പോയതാണോ, എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, അമ്മ എന്തൊക്കെയാ ഈ പറയണേ? ഇവിടെ മനുഷ്യാണെങ്കിൽ ആകെപ്പാടെ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? പറ്റുമെങ്കിൽ അമ്മ ഒരു ഗ്ലാസ് പാല് കൊണ്ടെത്താ എന്നും പറഞ്ഞത് നന്ദു അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിച്ചു, എന്ത് പരിപാടിയാ കനക നീ കാണിക്കണേ? അവളൊന്നുമല്ലേലും ഒരു SI അല്ലേ, അപ്പൊ അതിന് തിരക്കുകളും കാര്യങ്ങളൊക്കെ അവൾക്കില്ലേ? ആ സമയത്ത് അവളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്നത് ശരിയാണോ? എന്റെ ഗോവിന്ദേട്ടാ, അനിയുടെ കാര്യം ഞാൻ മനഃപൂർവ്വം ഇടയ്ക്കിടയ്ക്ക് പറയണ എന്തിനാന്നറിയാലോ? എനിക്കിപ്പോഴും സംശയമുണ്ട് അനി അവളും തമ്മിൽ ബന്ധമുണ്ടോന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഫോൺ കോൾസ് ഒക്കെ വരുന്ന കാണാം. പിന്നെ നമ്പരൊക്കെ മാറ്റിയാണോ സേവ് ചെയ്തിട്ടിരിക്കണേന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, കനകെ അവളുടെ തിരക്കുകളും കാര്യങ്ങളും അറിയാലോ, അവളൊരു SI ആണ്, അതിൻ്റെ തിരക്കാണ്. ഈ പോലീസുകാർക്കും ഡോക്ടർമാർക്കും എപ്പോൾ വിളിച്ചാലും അവർ ചെല്ലണം, അങ്ങനെ ഒരു സാഹചര്യമാണ് അവർക്ക്. അതുകൊണ്ട് അവളുടെ തിരക്കുകളൊക്കെ നമ്മൾ കാണണം. കാരണം അവളുടെ ജോലി അങ്ങനത്തെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, ഗോവിന്ദൻ അറിയാലോ എൻ്റെ ടെൻഷൻ എന്താന്ന്. ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണോ? കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് വലിയ സംശയമൊന്നുമില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. അനിയാണെങ്കിൽ ഇപ്പൊ കമ്പനിയുടെ വലിയ MD കാര്യങ്ങളൊക്കെയാ. പക്ഷേ എങ്കിൽ നമ്മുടെ മോളോ ഒരു കാരണവശാലും അവർ ഒന്നിക്കാനായിട്ട് പാടില്ല. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അതില്ലാതായി പോട്ടെ എന്ന് കരുതിയിട്ട് അത് പറഞ്ഞിട്ട് കനക അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അനി വീട്ടിലേക്ക് വരുവാണ്. എനിക്ക് ആകെപ്പാടെ വിഷമമായി. നന്ദു എത്ര വട്ടം വിളിച്ചു, ഒരു വട്ടം പോലും കോളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അവര് കൂടെ ഉണ്ടായിരുന്നോണ്ട് നന്ദു എന്ത് വിചാരിച്ചു കാണും എന്നൊക്കെ ഓർത്തിട്ട് ഫോൺ എടുക്കുവാണ്. ആ സമയത്താണ് നന്ദുവിന്റെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി ആ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും. നന്ദു വോയിസ് മെസ്സേജ് ഇട്ടേക്കുമായിരുന്നു. എനിക്കിപ്പം മനസ്സിലായടാ, കാത്തിരുന്നിട്ട് കാണാതെ വരുമ്പോൾ ഉള്ള വിഷമം എന്താന്ന്. എത്ര സമയം വെയിറ്റ് ചെയ്ത് നിന്നു, നീ അതെനിക്ക് മനസ്സിലാക്കി തന്നു. ഇന്നലെ ഞാൻ ചെയ്തതിന് നീ എന്നോട് പകരം വീട്ടിയില്ലേ, ഒത്തിരി നന്ദിയുണ്ട്, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അനി നന്ദുവിനെ വിളിച്ചു നോക്കുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി കിട്ടിയത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല, വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് പിറ്റേ ദിവസം രാവിലെ മാളവിക ജോഗിങ്ങിന് ഇറങ്ങി. ആ സമയത്ത് അവിടെ വെച്ച് ഡേവിഡിനെ കാണുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് മാളവിക ചോദിച്ചു, അല്ല സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്താ മാളവിക? അല്ല അന്നൊരു തവണ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നില്ലേ, അന്ന് പക്ഷെ ഞാൻ വരച്ച ഡിസൈനിങ് സാറിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് സാറ് ആരോടോ ചോദിച്ചിട്ടാണ് അത് നല്ല ഡിസൈനിങ് ആണെന്ന് പറഞ്ഞ്. അല്ല സാർ ആരോടാ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചേ എന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പം ആദ്യം ഓടുന്ന ഡേവിഡ് പതറി. പിന്നീട് ഡേവിഡ് പറഞ്ഞു, അതെ ഞങ്ങൾക്കൊരു മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞു. മാർക്കറ്റിംഗ്? അതെ. അപ്പൊ എനിക്ക് ഈ ഡിസൈനിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പീനിയൻ തരുന്ന അവരുടെയാ. അപ്പൊ അവർക്കത് അയച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അവർ നല്ലതെന്ന് പറഞ്ഞു. ഓ അപ്പൊ അങ്ങനെയാണല്ലേ? അതെ. അല്ല അപ്പൊ അവരിൽ ഏറ്റവും കൂടുതൽ ലേഡീസ് ആണോ ജെന്റ്സ് ആണോ എന്നൊക്കെ ചോദിച്ചു. ലേഡീസും ഉണ്ട് ജെന്റ്സും ഉണ്ട്. എന്താ മാളവിക എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു ഇതിനെക്കുറിച്ചൊക്കെ. അല്ല എനിക്കൊരു താങ്ക്സ് പറയാനായിരുന്നു പറഞ്ഞു. കാരണം ഈ പറയുന്ന അവരാ എൻ്റെ ഡിസൈനിങ് ഒക്കെ ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ എനിക്ക് AN ജ്വല്ലറി ജോലി കിട്ടിയത്. അതുകൊണ്ട് ആണോ? അതെ, കമ്പനിയുടെ MD ഞാനാന്നറിയാലോ, അതുകൊണ്ട് താങ്ക്സ് ഒക്കെ എന്നോട് പറഞ്ഞു. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇനിയിപ്പം മാളവിക എന്ത് ഡിസൈൻ കൊണ്ടുവന്നാലും അതെനിക്ക് ഇഷ്ടപ്പെടും. കാരണം നല്ലതാണെന്നോ ഞാൻ പറയത്തുള്ളൂ. എനിക്കിപ്പം മനസ്സിലായി. കാരണം എനിക്ക് ഈ ഡിസൈനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല. കമ്പനിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മാത്രമേ അറിയത്തുള്ളൂ. ഓ അങ്ങനെയാണല്ലേ? മാളവിക മാക്സിമം അയാളിൽ നിന്ന് വിവരങ്ങളൊക്കെ ചോർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഡേവിഡ് പറഞ്ഞു, ഈ വിഷുവിന് എന്താണല്ലോ ഒരു കലക്കണം അറിയാലോ. ഇപ്പൊ നയന കളക്ഷൻസിനേക്കാളും ഒരു പിടി ഉയർന്നു നിൽക്കുന്ന മാളവിക കളക്ഷൻസാ. സ്ത്രീകളൊക്കെ മാളവിക കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മാളവിക പറഞ്ഞു, അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞു. ഇത്തവണ എന്താളും മൂർത്തി ജ്വല്ലറി തറ പറ്റിക്കണം. അവര് 3-4 സ്ഥാനത്തേക്ക് പോകണം. അപ്പോഴേക്കും മാളവിക ചോദിച്ചു, അല്ല സാറിന് ഈ മൂർത്തി ജ്വല്ലറിക്കാരുമായിട്ട് മുമ്പോട്ട് ശത്രുത ഉണ്ടോയെന്ന് ചോദിച്ചു.
ശത്രുത അങ്ങനെ ശത്രുതയൊന്നുമില്ല. പിന്നെ ജ്വല്ലറി അല്ലേ, അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ രീതിയിൽ ശത്രുത കാണുമല്ലോ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. മാള് പറഞ്ഞു, ഓ അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചു. അതെ. പിന്നീട് ഡേവിഡ് പറഞ്ഞു, അല്ലെ ഈ മാളവിക എന്ന് വിളിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞാൻ മാളു എന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ, സാറ് വിളിച്ചോ, എന്റെ വീട്ടിലെല്ലാരും എന്നെ മാളു എന്നാ വിളിക്കുന്നത്. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, എന്റെ മോളെ പോലെ ഞാൻ നിന്നെ കാണുന്നത്, അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചാൽ ഞാൻ മാളു എന്ന് വിളിക്കുന്നത്. അതിനെന്താ സാറേ, സാറ് ധൈര്യമായിട്ട് വിളിച്ചോ, അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഇത്തിരി ഇന്റിമസി കൂടത്തല്ലേ ഉള്ളൂ, കുറച്ചുകൂടി ഒരു അടുപ്പം തോന്നും, എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, ശരി ഇനി മുതൽ അങ്ങനെ തന്നെ വിളിക്കാന്ന് പറഞ്ഞു. മാളവിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, പക്ഷെ ഇയാളത് ഒളിപ്പിച്ചു വെക്കുക, അധികം വൈകാതെ അതൊക്കെ പുറത്തു കൊണ്ടുവരണം എന്നൊരു ചിന്തയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രനും ഡേവിഡും അവന്റെയും കൂടെ സംസാരിക്കണം. ആ സമയം നാഗേന്ദ്രൻ പറഞ്ഞു, ഈ വരുന്ന 1-ാം തീയതി എന്റെ മോനെ അഭി പുതിയ ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏറ്റെടുക്കും, പുതിയ ബ്രാഞ്ചിന്റെ മാനേജരായിട്ട് അവൻ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്താണെങ്കിലും നല്ല സന്തോഷമുള്ളൊരു കാര്യം തന്നെ അത്. പിന്നെ അവന് വേണ്ടുന്ന സ്വീകരണം കൊടുത്തു വേണം അവനെ കൊണ്ടുവരാനായിട്ട്, 4 ആൾ അറിയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ പറഞ്ഞു, അതൊക്കെ പ്രശ്നമാവില്ലേ അച്ഛാ, കാരണം അറിയാലോ എന്ത് പ്രശ്നം ആവാനായിട്ട്, സാധാരണഗതിയിൽ എതിർചേരിയിലുള്ളവർ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ വലിയ കൊട്ടും കുരവയൊക്കെ ആയിട്ടല്ലേ സ്വീകരിക്കുന്നത്, അപ്പൊ അതുപോലെ ഒരു സ്വീകരണമായിരിക്കണം, അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ ആ നവ്യ എന്ന് പറയുന്നവരുണ്ടല്ലോ, അവളൊക്കെ ഇച്ചിരി ക്രെഡിറ്റ് കിട്ടിക്കോട്ടെ, അവൾ കാരണമാണ് ഈ ജോലി കിട്ടിയെന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. എന്റെ മോൻ അബിയുടെ ആഗ്രഹപ്രകാരം പിന്നെ അവളെ ഞാൻ തൂത്തെറിയാൻ പോവാ, അതിനു മുമ്പ് അവള് കുറച്ച് സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞു. അവന്റെ പറഞ്ഞു, അത് ശരിയാ, അവർക്കൊരു ഇത്തിരി ഗെല്ല് കൂടുതലാ, സാരില്ല, അത് പതുക്കെ പതുക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്, ഈ പറയുന്ന മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണായി പോവും. അപ്പോഴേക്കും അവന്റെ പറഞ്ഞു, അങ്ങനെ വേണോ അച്ഛാ, മൂർത്തി ജ്വല്ലറിന്ന് അഭിയേട്ടനെ ഇറക്കി വിട്ടാലേ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ AN ജ്വല്ലറി വന്ന് കയറണം, അത് മാത്രമല്ല അഭിയേട്ടൻ എല്ലാത്തിന്റെ ആളായി കഴിയുമ്പോഴത്തേനും ശരിക്കും അനന്തപുരിയിലൊക്കെ ഉള്ളവർ തകർന്നു പോകും, അതാ വേണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ അവര് സന്തോഷിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അബിയുടെ അടുത്തേക്ക് നവ്യ വന്നു. നവ്യ വന്നിട്ട് പറഞ്ഞു, അതെ അബി, അധികം വൈകാതെ നീ AN ജ്വല്ലറി പോയി ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, കാര്യമൊക്കെ നല്ലതാണ്, പക്ഷേങ്കില് അങ്ങനെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താടാ നിനക്ക് ജോയിൻ ചെയ്യണ്ടേ, ജോലി വേണ്ടേന്ന് ചോദിച്ചു. ജോലി വേണം, പിന്നെ നിനക്ക് എന്താ ഒരു ബുദ്ധിമുട്ട്, അല്ല അങ്ങനെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് വിചാരിച്ച നിനക്കെന്താ, ഒരു കാര്യം ചെയ്യുക, ജോലി വേണ്ടെന്ന് വെച്ച് വീട്ടിൽ കയറി ഇരുന്നോ, ഇവിടെ തൂത്തുടച്ച് വൃത്തിയാക്കി ഇരുന്നോളാൻ പറഞ്ഞു. അതല്ല നവിയെ, നിനക്കറിയാലോ ഈ വീട്ടിലുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു. എടാ, വീട്ടിലുള്ളവരുടെ ഇഷ്ടക്കേട് നോക്കിയിട്ടുണ്ടെങ്കിലേ നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, നിനക്കൊരു ജോലി വേണ്ടതെന്ന് ചോദിച്ചു. നീ എന്തിനാ ഇവിടെയുള്ളവരെയൊക്കെ ഇങ്ങനെ പേടിക്കുന്നേ, അതിന്റെ ആവശ്യം എന്താ, അത് പിന്നെ അവിടെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ഇറക്കി വരട്ടെ, അന്തസ്സോട് പോയി നമ്മൾ വേറെ പോയി ജീവിക്കുമെന്ന് പറഞ്ഞു. എടാ, നിന്റെ മുത്തശ്ശനെ എനിക്ക് ഇപ്പോഴേ ഇഷ്ടപ്പെട്ട, എന്തുകൊണ്ടാണെന്നറിയോ, ആദർശേട്ടനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പം ഞാൻ ഓർത്തോണ്ടിരുന്നത് നിന്റെ മുത്തച്ഛൻ എപ്പോഴും ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന, പക്ഷെങ്കിൽ അങ്ങനെയല്ലെന്ന് മനസ്സിലായി, തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷ കൊടുക്കുന്ന ആളാന്ന് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ആദർശേട്ടനെ ഇറക്കി വിട്ടെ, അങ്ങനെ വേറെ പോയി താമസിക്കുന്നേ. ഈ സമയത്ത് അഭി പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കില് ഞാനിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനൊന്നും അത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് സംസാരിച്ചോളാം, അല്ലെങ്കിൽ നിനക്കൊരു ജോലി വേണ്ടേ, മൂർത്തി ജ്വല്ലറി നിനക്ക് ജോലിയില്ല, അപ്പൊ AN ജ്വല്ലറി ആണെങ്കിൽ നീ ജോലിക്ക് കയറണം, നിനക്ക് ജീവിക്കണ്ടേന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ സംസാരിച്ചോളാം, നീ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അബിയെ. കുറച്ച് കഴിഞ്ഞപ്പം അനി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സക്കറിയോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ നന്ദു മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സക്കറിയ എന്ന് നന്ദുനോട് പറഞ്ഞു, അതേ മാഡത്തിനെ കാണാനായിട്ട് ആ അനിസാറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അനിസാറ് പുറത്ത് വെയിറ്റ് ചെയ്യുക, കാണണ്ടെന്നല്ലേ പറഞ്ഞേ, ഇപ്പൊ ആരെയും കാണാൻ താല്പര്യമില്ല എന്നങ്ങോട്ട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അല്ല, അത് പിന്നെ അങ്ങനെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാല്, തനിക്കതാ പറയാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. അല്ല, അനിസാറുമായിട്ട് മാഡത്തിനൊരു എനിക്ക് എന്താടാ ഉള്ളേ, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അറിയാലോ, കൂടുതൽ ഇവിടെ ഒന്നും പറയണ്ട, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് അയാള് അനിയുടെ അടുത്തേക്ക് എത്തി. അനിയുടെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, അതെ നന്ദു മാഡത്തിന് ഇപ്പൊ ആരെയും കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഓ, താല്പര്യമില്ലേ, എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. അയ്യോ സാറേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചീത്ത കേൾക്കേണ്ടി വരും. ആയിക്കോട്ടെ, എങ്കിൽ ഞാൻ ഇവിടെ നിന്നോളാം, എപ്പോഴെങ്കിലും നിങ്ങളുടെ മാഡം ഇറങ്ങി വരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഒരു കാറ് വരുന്നുണ്ട്. കാറ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനി പേടിച്ചേ. ആദർശേണ്ണും
നയനടുത്തേയും കൂടെ വരുന്നു. അതിന് പെട്ടെന്ന് അപ്പുറം ഉണ്ടായിരുന്ന ഒരു കാറിന്റെ അടുത്തേക്ക് മറിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ആദർശം നയനയും കൂടെ വന്നിറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.